ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയാണ് ഇനി പറയുന്നത്. നൂറ്റാണ്ടുകളായി പള്ളികളിൽ ദേവാലയ മണികൾ അടിക്കാറുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പും അറിയിപ്പ് മണികളും കുർബാനയ്ക്ക് തൊട്ടു മുമ്പ് അടിക്കുന്ന പാരമ്പര്യം പൗരസ്ത്യ പാശ്ചാത്യ കത്തോലിക്ക അകത്തോലിക്ക സഭകളിൽ എല്ലായിടത്തും ഉണ്ട്. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ സന്ധ്യയ്ക്ക് അറിയിപ്പ് മണിയും തുടർന്ന് കുരിശുമണിയും അൽമായക്കാരുടെ മണിയും തുടർന്ന് നാളത്തെ വിശുദ്ധ കുർബാനയുടെ അറിയിപ്പ് മണിയും അടിക്കാറുണ്ട്. മാവേലിക്കര മുതുപ്പിലാക്കാട് സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ 27/8/2027 വരെ പള്ളിമണി അടിക്കുന്നത് നിർത്തിവെക്കണമെന്ന് ഉള്ള പോലീസ് ഉത്തരവ് ഞെട്ടിപ്പിക്കുന്നതാണ്. ശബ്ദ മലിനീകരണം ഉണ്ടായാൽ പോലും ഉത്തരവ് പുറപ്പെടുവിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിനാണ് അധികാരമെന്നിരിക്കെ എതിർകക്ഷികളെ കേൾക്കാതെ ഇട്ട പോലീസ് ഉത്തരവ് സംശയം ജനിപ്പിക്കുകയാണ്. 75 വർഷത്തിൽ ഏറെയായി ഉള്ള പള്ളിയിലെ മണി പെട്ടെന്നൊരു ദിവസം മനുഷ്യാവകാശ ലംഘനമായി മാറിയത് എങ്ങനെയെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പള്ളിമണികൾ ആരാധനയുടെ ഭാഗമാണെന്നിരിക്കെ യാതൊരു വ്യക്തതയുമില്ലാത്ത ഉത്തരവ് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് എതിരുമാണ്. ഇന്ന് വരെ ഒരു രാഷ്ട്രീയ നേതൃത്വവും സഹായത്തിന് എത്തിയില്ല എന്നതും ചിന്തിക്കേണ്ടതാണ്. ദിവസം 2 നേരം മാത്രം അടിക്കുന്ന പള്ളിമണിയുടെ ശബ്ദം പോലും അളക്കാതെ മനുഷ്യാവകാശ കമ്മീഷൻ മുൻപിലുള്ള പരാതിയുടെ പേരിൽ ഉത്തരവിറക്കിയ പോലീസ് പരാതി കൊടുത്ത വ്യക്തിയുടെ പിന്നിലുള്ള ഗൂഢലക്ഷ്യങ്ങളും അന്വേഷിക്കണം. പള്ളിമണികളെ മുടക്കാൻ ശ്രമിക്കുന്നവർ അറിയുക, ലോകത്തിന്റെ സത്യസ്നേഹ ശബ്ദമായി ഇനിയും ഇത് മുഴങ്ങും.